ബാസിഗർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ഷാറൂഖ് ഖാൻ സിനിമയായിരിക്കും മനസ്സിൽ വരുന്നത്. എന്താണ് ഈ വൈഫൈ? വൈഫൈ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോഴും നിങ്ങൾ വിചാരിക്കും എന്തോ സിനിമയുടെ പേരാണെന്നില്ലേ. ശരിക്കും വൈഫൈ ബാസിഗർ എന്നൊക്കെ പറയുന്നത് ഒരു ഭാഷയുടെ പേരാണ്. വൈഫൈ നോർത്ത് ഈസ്റ്റിലെ കുക്കിച്ചിൻ വിഭാഗം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയും ബാസിഗർ പഞ്ചാബ് ഹരിയാനയിലെ ഔട്ടർ ഏരിയയിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. ഇത്തരത്തിൽ 19,500 ഭാഷകൾ, മദർ ടങ്, മാതൃഭാഷകൾ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു കാറുണ്ടോ? കണക്കുകൾ പറയുന്നതാണ്, ഏകദേശം 5% ഇന്ത്യക്കാരുടെ കയ്യിൽ ഒരു കാറോ ബൈക്കോ വാനോ ജീപ്പോ ഒക്കെ ഉണ്ട്. 21% ആൾക്കാരുടെ കയ്യിൽ മോട്ടോർ സൈക്കിളോ സ്കൂട്ടറോ ഉണ്ട്. 45% ഇന്ത്യക്കാരുടെ കയ്യിൽ ഒരു സൈക്കിളുണ്ട്. എത്ര രസകരമായ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. കേരളം എത്രാം സ്ഥാനത്താണ് ലിറ്ററസി റേറ്റിൽ? എത്ര ശതമാനമാണ് ലിറ്ററസി റേറ്റ്? നമ്മുടെ എല്ലായിടത്തും ഇപ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാനൊക്കെ വന്നതിന് ശേഷം എല്ലാവർക്കും ടോയ്ലറ്റിൻ്റെയും ബാത്റൂമിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അറിയാം. എത്ര ശതമാനം ആൾക്കാർക്ക് ഇപ്പോഴും ബാത്റൂമും ടോയ്ലറ്റും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട്? നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ട്. എത്ര ശതമാനം ആൾക്കാർക്ക് ഇന്ത്യയിൽ കറണ്ട് ഇല്ലാതെ ജീവിക്കുന്നു? എത്ര ശതമാനം ആൾക്കാർ ഇന്ത്യയിൽ അഗ്രികൾച്ചറിൽ ജോലി ചെയ്യുന്നു, ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നു, സർവീസ് സെക്ടറിൽ ജോയിൻ ചെയ്യുന്നു? ഇങ്ങനെ എത്ര ചോദ്യങ്ങളാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ഇന്ത്യ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ, ജനസംഖ്യ കൂടിയ രാജ്യമാണ്. 140 കോടി ജനങ്ങളുണ്ടെന്ന് പറയുന്നത് ശരിക്കും 140 ആണോ 150 ആയോ? ഇതിൻ്റെ എല്ലാം ഉത്തരം നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സെൻസസ് എന്ന് പറയുന്നത്. നമുക്ക് സെൻസസ് എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി എല്ലാ 10 വർഷം കൂടുമ്പോഴും നമുക്ക് എസ്റ്റിമേഷൻ നടക്കുന്നറിയാം. ഈ സെൻസസിൻ്റെ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യക്ക് എത്ര ഡെവലപ്മെൻറ്റ് ഉണ്ടായി, എത്ര ശതമാനം എന്നൊക്കെ എല്ലാ കണക്കുകളും ഈ സെൻസസ് എന്നാണ് വരുന്നത്. ഉടനെ അടുത്ത സെൻസസ് വരാൻ പോവുകയാണ്. 2021 ശരിക്കും സെൻസസ് നടക്കേണ്ടത്. കോവിഡ് കാരണം സെൻസസ് നടന്നില്ല. സോ 2026, 2027 തന്നെ കംപ്ലീറ്റ് സെൻസസ് ഇന്ത്യയുടെ നടക്കാൻ പോവുകയാണ്. എത്രയോ വർഷത്തിന് ശേഷം, 2011 ശേഷമാണ് നമ്മൾ ഇത് വരുന്നത്. അപ്പോൾ എന്താണ് ഈ സെൻസസ്? എങ്ങനെയാണ് ഈ സെൻസസ് എടുക്കുന്നത്? ഇതിനൊരു ചരിത്രമില്ലേ? പണ്ട് വേദിക് കാലഘട്ടത്തിലും ബ്രിട്ടീഷ് കാലഘട്ടത്തിലും എങ്ങനെയാണ് സെൻസസ് എടുത്തിരുന്നത്? ഇതാരാണ് സെൻസസ് എടുക്കുന്നത്? എന്താണ് ഇത് എടുക്കുന്നതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ്? ഇപ്രാവശ്യം ജാതി അടിസ്ഥാനത്തിൽ കാസ്റ്റ് സെൻസസ് വരുന്നുണ്ട്. എന്താണ് ഈ കാസ്റ്റ് സെൻസസ്? ഇനി നമ്മുടെ പൊളിറ്റിക്കൽ നിയോജക മണ്ഡലത്തിൽ ഇനി സീറ്റുകൾ ഇലക്ഷൻ വരുന്ന സമയത്തും ജനസംഖ്യ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാരാമീറ്ററാണ്. അങ്ങനെയെങ്കിൽ ഈ സെൻസസ് എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന ഇലക്ഷനെ ബാധിക്കാൻ പോകുന്നത്? ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ IAS കോണ്ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഐ ആം അർജുൻ ആർ ശങ്കർ. യു ആർ ലിസ്ണിംഗ് ടു IAS ഫാക്ടർ. എന്തായാലും സെൻസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ ജനസംഖ്യ, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം അത് പോപ്പുലേഷൻ, എത്ര ജനസംഖ്യ ഉണ്ട് അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രോസസ്സ് മാത്രമല്ല സെൻസസ്. 10 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സാണെന്നൊക്കെ സാധാരണക്കാരൻ്റെ രീതിയിൽ നമുക്ക് സെൻസസിനെ കുറിച്ച് അറിയാം. ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നമുക്കത് മനസ്സിലാക്കാം. സോ നമ്മളിപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. ജനസംഖ്യ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സും ഡേറ്റയും നമുക്ക് കിട്ടുന്നത് സെൻസസിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഭാഷകളുടെ കാര്യം പറഞ്ഞു. ജസ്രി, യറേവ എന്ന് പറയുന്ന ഭാഷകൾ മലയാളം തന്നെയാണ്. മലയാളത്തിൻ്റെ തന്നെ ഡയലക്റ്റുകളാണ് ജസ്രി, യറേവ എന്ന് പറയുന്ന ലക്ഷദ്വീപിലൊക്കെ ഉള്ള ഡയലക്റ്റുകളാണത്. അപ്പോൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നമുക്ക് പോലും അറിയാറില്ല. സോ ശരിക്കും പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിൽ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇംഗ്ലീഷിൽ തന്നെ ഇതാണ്. ഇറ്റ് ഈസ് ദ കാൽക്കുലേറ്റിംഗ്, അതായത് കാൽക്കുലേറ്റിംഗ്, കമ്പൈലിംഗ്, അനലൈസിങ് ആൻഡ് പബ്ലിഷിംഗ് ഡേറ്റ. ഒരു പോപ്പുലേഷൻ, നമുക്ക് എത്ര പോപ്പുലേഷൻ്റെ സെൻസസിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് കമ്പൈൽ ചെയ്യുക, അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുക. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്കണോമിക് ആസ്പെക്റ്റുകൾ, ആൾക്കാരുടെ മറ്റു കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതിയാണ് സെൻസസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നിയമവശം എന്താണ്? ശരിക്കും ഇത് പബ്ലിഷ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട ഓഫീസ് ഓഫ് രജിസ്ട്രാർ ജനറൽ എന്ന് പറഞ്ഞൊരു ഓഫീസുണ്ട്. അതേപോലെ തന്നെ സെൻസസ് കമ്മീഷണറുണ്ട്. ഇതിനു വേണ്ടി പ്രധാനമായിട്ടുള്ള 1948 സെൻസസ് ആക്റ്റുമുണ്ട്. പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അന്നത്തെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആയിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കീഴിലാണ് ശരിക്കും പറഞ്ഞ സെൻസസ് ആക്ട് നിലവിൽ വരുന്നത്. അതേപോലെ തന്നെ സെൻസസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു യൂണിയൻ സബ്ജക്റ്റാണ്. ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വശം നോക്കുമ്പോൾ അതൊരു യൂണിയൻ സബ്ജക്റ്റാണ്. അതൊരു നമുക്കറിയാം ഡെഫിനറ്റ്ലി യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിഭജിച്ച് വെച്ചിട്ടുണ്ട്. ഇത് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. സെക്ഷൻ നമ്പർ 69, 69ാമത്തെ എൻട്രിയാണ് യൂണിയൻ ലിസ്റ്റിൽ. ഇത് 7ാമത്തെ ഷെഡ്യൂളിലാണ് നിൽക്കുന്നത്. ആർട്ടിക്കിൾ 246 പ്രകാരം സെൻസസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റും കൂടി ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട സെൻസസ്, നമ്മുടെ മുന്നിലുള്ള സെൻസസ് എന്ന് പറയുന്നത് 2026-27 ഒരു കട്ട് ഓഫ് ഡേറ്റ്, ഒക്ടോബർ തൊട്ട്
ഒക്ടോബർ സ്റ്റാർട്ടിംഗ് തൊട്ട് നമുക്ക് കാണാൻ പറ്റും ഏതാണ്ട് ഹിമാലയൻ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡിലൊക്കെ സെൻസസ്, ഹിമാലയൻ മൗണ്ടൻ സ്റ്റേറ്റ്സിൽ സെൻസസ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് വരുന്നത് മാർച്ച് 1 തീയതിക്ക് ശേഷം 2027 ആകുമ്പോഴേക്കും ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ സെൻസസ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ കരുതാൻ പറ്റുന്നത്. കാരണം ഒഫീഷ്യൽ സെൻസസ് ഡോക്യുമെൻറ്റേഷൻ വരാൻ പോകുന്നത് ജൂൺ 16 തീയതിയാണ്. വളരെ ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിലും കൂടെ നമുക്കറിയാം. സോ ഇതാണ് സെൻസസിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. സെൻസസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നൊന്നും അല്ലല്ലോ, ലോകരാജ്യങ്ങളിൽ സെൻസസ് ഉണ്ടായിരുന്നു. എന്താണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. നമുക്കിതിൻ്റെ ചരിത്രം പരിശോധിക്കുന്നതിന് മുന്നേ തന്നെ പണ്ട് കാലത്ത് എന്തിനാണ് സെൻസസ് എടുത്തിരുന്നത്? ഇപ്പോഴും സെൻസസിൻ്റെ ഒരു മേജർ ആസ്പെക്റ്റ് പോപ്പുലേഷൻ തന്നെയാണ്. എത്ര ജനസംഖ്യ എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ എക്കണോമിക്, സോഷ്യൽ ആസ്പെക്റ്റുകളെല്ലാം മനസ്സിലാക്കാം. ഇപ്പോൾ ചരിത്രം നോക്കുമ്പോഴും 10 വർഷമാണ് നമുക്ക് 10 വർഷം കൂടുമ്പോൾ സെൻസസ് വരും. നമുക്ക് 2011 ശേഷം സെൻസസിന് ശേഷം 2021 സെൻസസ് നടന്നില്ല. കാരണം കോവിഡ് ഉള്ളതുകൊണ്ട് നമ്മളത് പിന്നീട് നീക്കി വെച്ചു. അത് നീക്കി വെച്ചതിൽ അത് പിന്നെ പതുക്കെ 25, 26, 27 വർഷത്തിലേക്ക് അത് മാറുകയാണ് ചെയ്തത്. സോ 10 വർഷം കൂടുന്ന പണ്ട് നമ്മളിതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ചില രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ചില ഡൈനാസ്റ്റീസിൽ നമ്മൾ ഓരോരുത്തരുടെ രാജ്യം കാലഘട്ടം സംസാരിക്കുമ്പോൾ ചില റോമൻ സാമ്രാജ്യത്തിലൊക്കെ 5 വർഷം കൂടുമ്പോൾ സെൻസസ് നടത്തി വരുന്നു. സോ പലരും നടത്തുന്നത് ഒന്നില്ലെങ്കിൽ പോപ്പുലേഷൻ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ അവിടെ എത്ര ശതമാനം ആൾക്കാർ കൃഷിക്കാരായിരുന്നു അല്ലെങ്കിൽ അഗ്രികൾച്ചർ ചെയ്യുന്ന ആൾക്കാരാണ്, മിലിറ്ററിയിൽ എത്ര പേര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ടാക്സേഷൻ, അവർക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, ഇതൊക്കെയാണ് ആദ്യകാലത്ത് സെൻസസ് നടത്തിയിരുന്നത്. നമുക്ക് ഇന്ത്യയിലെ സെൻസസ് ആദ്യം കാണാൻ പറ്റുന്നത് ഏൻഷ്യൻസ് കാലഘട്ടത്തിലാണ്. നമ്മുടെ പുരാതന കാലത്തിൽ വേദിക് കാലഘട്ടത്തിൽ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന ഒരു വേദിക് പീരീഡ്, ഋഗ്വേദ കാലഘട്ടത്തിലാണ് ആദ്യമായി. അതിനുശേഷം ലേറ്റർ വേദിക് കാലഘട്ടത്തിലാണ് ആൾക്കാരെ എന്യൂമറേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഇത്ര ആൾക്കാരുണ്ട്. ഇതും ഒരു എത്ര ജനസംഖ്യയുടെ ബേസിസ് തന്നെയാണ് പോയിരിക്കുന്നത്. പിന്നീട് പതുക്കെ മൗര്യൻ സാമ്രാജ്യത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ കൗട്ടില്യ, അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന കൗട്ടില്യൻ രചിച്ച പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ്റെയും എക്കണോമിക്സിൻ്റെയും ക്ലാസിക് പുസ്തകമാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ഈ അർത്ഥശാസ്ത്രത്തിൽ ടാക്സേഷന് വേണ്ടിയും മിലിറ്ററിക്ക് വേണ്ടിയും അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയും ആൾക്കാരെ വേർതിരിച്ച് എത്ര ആൾക്കാരുണ്ടെന്നറിയാൻ വേണ്ടി സെൻസസ് ഉണ്ടായിരുന്നു. പിന്നീട് ഗുപ്തൻ കാലഘട്ടത്തിലും സെൻസസിനെ കുറിച്ച് മെൻഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ മെഡീവൽ കാലഘട്ടത്തിൽ, നമ്മൾ ഇന്ത്യയുടെ മെഡീവൽ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ അക്ബറിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാന പുസ്തകമായിരുന്നു അബുൽ ഫാസലും ഇവരൊക്കെ എഴുതി ഐനി അക്ബറി എന്ന് പറഞ്ഞൊരു പുസ്തകം. ഈ ഐനി അക്ബറിയിൽ സെൻസസ് നടന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പല ആവശ്യങ്ങൾക്കായിരിക്കും, പോപ്പുലേഷൻ മാത്രമല്ല പല ആവശ്യങ്ങൾക്കായി സെൻസസ് നടത്തിയിരുന്നു. ആൾക്കാരുടെ പൊതുവെ പറയുന്ന ആൾക്കാരുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സോ ദാറ്റ് അഡ്മിനിസ്ട്രേഷൻ ആ രീതിയിൽ നന്നാക്കാൻ വേണ്ടിയാണ് ഹിസ്റ്റോറിക്കലി ഇത് എടുത്തിട്ടുള്ളത്. പക്ഷേ സിങ്ക്രണസ് സെൻസസ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ് ഈ സിങ്ക്രണസ് സെൻസസ്? ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ സിങ്ക്രണസ് സെൻസസ് എന്ന് പറയുന്നത് എന്താണ്? ഈ സിങ്ക്രണസ് സെൻസസ് നമ്മൾ ഈ മുന്നേ കണ്ട എല്ലാവരും ഓരോ സാമ്രാജ്യത്തിലും അവരവരുടെ രീതിയിൽ സെൻസസ് എടുത്തിരുന്നു, അഡ്മിനിസ്ട്രേഷന് വേണ്ടിയും ടാക്സിന് വേണ്ടിയും ഒക്കെ. ഇവിടെ സിങ്ക്രണസ് സെൻസസ് എന്ന് പറയുന്നത് 1881 ശേഷം അന്നത്തെ സെൻസസ് കമ്മീഷണർ ആയിരുന്ന പ്ലൗഡൻ എന്ന് പറയുന്ന ആളുടെ കീഴിലാണ് സിങ്ക്രണസ് സെൻസസ് നടന്നത്. സിങ്ക്രണസ് സെൻസസ് വേറെ ഒന്നുമല്ല, ഒരേ സമയം പല സ്ഥലങ്ങളിൽ സെൻസസ് നടത്തും. ഏകദേശം ആ ഒരു സിസ്റ്റം തന്നെയാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഒരേ സമയം, അതാണ് സിങ്ക്രണസ്, ഒരേ സമയം സിങ്ക്രണസ് ആയിട്ട് പല സ്ഥലങ്ങളിലും സെൻസസ് നടത്തും. ഇനി ഇതിവിടെ മാത്രമല്ല, റോമൻ സാമ്രാജ്യത്തിൽ 5 വർഷം കൂടുമ്പോൾ സെൻസസ് നടന്നതായി പറയുന്നുണ്ട്. ചൈനീസ് ഡൈനാസ്റ്റീസിൽ, ചൈനീസ് പല രാജവംശ കാലഘട്ടത്തിലും നമുക്ക് മനസ്സിലാവും അവിടെയും സെൻസസ് ഉണ്ടായിരുന്നു. പോപ്പുലേഷന് വേണ്ടി മാത്രമല്ല, അവരുടെ ജോലി, അവരുടെ ഓക്യുപ്പേഷൻ, അവരുടെ സ്റ്റാറ്റസ് എല്ലാം അളക്കുന്ന രീതിയിലാണ് സെൻസസ് വന്നിരുന്നത്. സോ ചരിത്രം സത്യം പറഞ്ഞാൽ ഇത്രയും രാജ്യത്ത് ഒരു പുതിയ സംഭവമൊന്നുമല്ല. 5 വർഷം 10 വർഷം കൂടുമ്പോഴൊക്കെ സെൻസസ് പണ്ടും ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഈ 10 വർഷം സെൻസസ് കണ്ടിന്യൂ ചെയ്തു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് ഇത് ബ്രേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടീഷ് കാലത്ത് സെൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ 1941 മുതൽ 51 കാലഘട്ടത്തിൽ, ഒന്ന് 2ാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടമാണ്, പ്ലസ് ബ്രിട്ടീഷ് റൂളിൽ ആ ഒരു സെൻസസിന് ഒരു ചെറിയ ബ്രേക്ക് വന്നു. 1941-51 സെൻസസിൽ ഒരു ചെറിയൊരു ബ്രേക്ക് വന്നു. പിന്നീട് 2011 ശേഷം കോവിഡിലാണ് ചെറിയൊരു ബ്രേക്ക് വന്നത്. അപ്പോൾ സെൻസസിൻ്റെ ഒരു ചരിത്രം ഇതാണ്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് സെൻസസ് നടത്തുന്നത് എന്നുള്ളൊരു വാർത്തയിലേക്ക് എത്താം. 1881 തൊട്ട് നമുക്ക് ഡെസനിൽ സെൻസസ് ആണ്. എന്ന് പറഞ്ഞാൽ 10 വർഷം കൂടുമ്പോൾ തന്നെയാണ് സെൻസസ് നടക്കുന്നത്. നമ്മൾ ചരിത്രം ഇത്രയും പറഞ്ഞപ്പോഴേക്കും ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള 2-3 രസകരമായ ഒരു ഇൻസ്റ്റൻസ് കൂടെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പണ്ട് കാലത്ത് ബ്രിട്ടീഷ് സമയത്തും സെൻസസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ മലയും കാടും ഒക്കെ താണ്ടി വേണം ഈ സെൻസസ് എടുക്കാൻ പോകാൻ. പ്രത്യേകിച്ച് ഹിമാലയൻ സൈറ്റ്സിലൊക്കെ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ അന്നത്തെ ടൈഗർ, കടുവയും പുലിയും ഒക്കെ ഉള്ള
കാട്ടിലൂടെ പോയിട്ടാണ് പല ആൾക്കാരും ഈ സെൻസസും ഈ ഗ്രാമങ്ങളിലെല്ലാം കണ്ടെത്തിയത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് ഓഫീസർമാരുടെ ഒരുപാട് രസകരമായ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അതിൽ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ഈ ഗ്രാമങ്ങളിൽ ചെന്ന് സെൻസസ് എടുക്കുമ്പോൾ പലപ്പോഴും ഡേറ്റ ഇൻഫർമേഷൻ കിട്ടുന്നില്ല, അവരുടെ ഡീറ്റെയിൽസ് വെളിപ്പെടുത്താൻ തയ്യാറല്ല. ഇവരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ എന്തോ വലിയൊരു ദുരന്തം സംഭവിക്കുന്നു, മിസ്ഫോർച്യൂൺ സംഭവിക്കുന്നൊക്കെ ഒരു സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ചു. ഒത്തിരി ആൾക്കാർ ഇൻഫർമേഷൻ കൊടുക്കാണ്ടായി. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഒരു ബ്രിട്ടീഷ് ഓഫീസർ രേഖപ്പെടുത്തുന്നതാണ്, ഒരു കുടുംബത്തിൽ സെൻസസ് എടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നു ടോട്ടൽ മെമ്പർ എന്ന് പറയുന്നത് 68 പേരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 68 പേര് ഈ കുടുംബത്തിൻ്റെ അംഗങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഡേറ്റ അവർക്ക് കിട്ടുന്നില്ല. നോക്കുമ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ബാക്കി ആൾക്കാരുടെ കണക്ക് കിട്ടുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് അവിടെയുള്ള കന്നുകാലികളും ക്യാറ്റിലും അവിടുത്തെ പശുക്കളെയെല്ലാം ഇവർ സെൻസസിൻ്റെ ഭാഗമായിട്ട് എടുത്തു. കാരണം അവർ വിചാരിക്കുന്നത് ഇത് ഞങ്ങളുടെ കുടുംബമാണ്, ഞങ്ങളുടെ ഫാമിലിയാണ്, ഇനി ഇവരെങ്ങാനും ഡീറ്റെയിൽ പറഞ്ഞില്ലെങ്കിൽ ഇവർക്കെതിരെ ടാക്സ് എടുക്കുമെന്നൊക്കെ പേടിച്ചിട്ട്. സോ അന്നത്തെ സമയത്ത് ബ്രിട്ടീഷ് ഓഫീസേഴ്സിന് പോലും ഈ സെൻസസ് എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൾക്കാർ ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് അന്നത്തെ കാലത്ത് സെൻസസ് ഇവരെടുത്തിരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ചരിത്രം പറയുമ്പോൾ ഇതും കൂടെ രേഖപ്പെടുത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സെൻസസ് കമ്മീഷണറെ നിയമിക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ ഡയറക്ടർ ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരും കൂടെ ഉണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ബാക്കിയുള്ള സ്റ്റാഫ്സിനെ എല്ലാം കൊടുക്കുന്നത്. ഏകദേശം 2011 സെൻസസിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് 28 ലക്ഷം ആൾക്കാരാണ് ഈ ഡേറ്റ കളക്ട് ചെയ്യാനും സെൻസസിൻ്റെ ഭാഗമായത്. സോ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൊതുവെ പറയാറുണ്ട് ഓൺ വാർ ഫുട്ടിംഗ് ഗ്രൗണ്ടിൽ ഇത്രയും ആൾക്കാർ പങ്കെടുത്തു കഴിഞ്ഞാൽ പീസ് ടൈമിൽ ഇത്രയും കൂടുതൽ ആൾക്കാർ അണിനിരക്കുന്നത് ഒരുമിച്ച് സെൻസസിന് വേണ്ടി മാത്രമാണ്. അത് ലോകത്ത് തന്നെ ഇന്ത്യയിൽ വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് വേണ്ട സപ്പോർട്ടുകളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. ഇനി എങ്ങനെയാണ് സെൻസസ് നടക്കുന്നത്? ഡെഫിനറ്റ്ലി കുറേ ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ ഡെഫിനറ്റ്ലി. അതുകൊണ്ട് തന്നെ 2027 സെൻസസ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഡിജിറ്റൽ സെൻസസ് ആണ്. കാരണം 2011 വരെ ഡിജിറ്റൽ അല്ല, പക്ഷേ ഇന്ന് 2027 സെൻസസ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ എന്ന് പറയാൻ കാരണം ഇന്ന് ഡിജിറ്റൽ അല്ലാത്ത ഒന്നുമില്ല. സാധാരണക്കാരൻ മുതൽ എല്ലാവരും ഡിജിറ്റലി ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും. സോ ഈ സെൻസസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഫേസിനെ വിളിക്കുന്നതാണ് ഹൗസ് ലിസ്റ്റിംഗ്. 5-6 മാസം കൊണ്ട് പൂർത്തിയാക്കാവുന്നതാണ്. ഇത് കൂടുതലും നമ്മുടെ വീട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ വീട് ഏത് തരം വീടാണ്, 2 നില വീടാണോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇതിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പക്ക ഹൗസ് എന്നാണ് അവരുടെ അതിൽ കൊടുക്കുന്ന വാക്ക്. നിങ്ങളുടെ വീട്ടിൽ എത്ര ടോയ്ലറ്റ് ഉണ്ട്, എത്ര ബാത്റൂം ഉണ്ട്, മറ്റ് ഫെസിലിറ്റീസ് ഉണ്ടോ, TV ഉണ്ടോ, ഇതൊക്കെയാണ് ഇവർ കൂടുതലും ചോദിക്കുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റനെയർ ഉണ്ടാവും, 10-30 ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. ഇതാണ് കൂടുതലും ഇത് വരുന്നത്. ഇനി ഡിജിറ്റൽ സെൻസസ് ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇതൊക്കെ പെൻ ആൻഡ് പേപ്പറിന് പകരം എല്ലാം ഒരു കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റിലോ മൊബൈൽ ഫോണിലോ തന്നെ എല്ലാം ഫില്ല് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇത്രയും ആൾക്കാർക്ക് ഇവരുടെ ട്രെയിനിങ്ങും എല്ലാം ഇത് കൊടുക്കാൻ പറ്റും. പ്ലസ് സെൻസസ് കുറച്ചുകൂടെ സിമ്പിളാവും. സോ ഹൗസ് ലിസ്റ്റിങ്ങിൽ ഇത്രയും ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സംഭവമാണ് പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന് പറയുന്നത്. അത് ജനസംഖ്യ അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്യൂമറേഷൻ തന്നെയാണ്. എത്ര ആൾക്കാരുണ്ട്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡീറ്റെയിൽ, നിങ്ങളുടെ കാസ്റ്റ്. ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന ജാതി അടിസ്ഥാനത്തിൽ എടുക്കുക എന്ന് പറയുന്നത് ആദ്യമായിട്ടൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. പണ്ട് ബ്രിട്ടീഷ് സമയം തൊട്ട് ഇതൊക്കെ ഉണ്ട്. പക്ഷേ SC ST ആണോ അല്ലെങ്കിൽ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കും. നിങ്ങളുടെ മതം എന്താണ്? ഇപ്പോൾ 2011 സെൻസസിലാണ് പ്രധാനമായിട്ടും ഒരു മാറ്റം വന്നത്. മതം ഇല്ല എന്ന് വെക്കാനുള്ളൊരു ഓപ്ഷൻ വന്നു, നോ റിലീജിയൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരുപാട് ഇന്ത്യക്കാർ അത് ആ ഒരു പ്രൊവിഷൻ യൂസ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 28 ലക്ഷത്തിൽ മുകളിൽ ആൾക്കാർ, ഏതാണ്ട് 28-29 ലക്ഷം ആൾക്കാർ ഇന്ത്യയിൽ മതമില്ല എന്ന് ക്ലെയിം ചെയ്തവരാണ്, നോ റിലീജിയൻ വെച്ചവരാണ്. അതേപോലെ തന്നെ ഇതിൽ നമ്മുടെ സെക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആണാണോ പെണ്ണാണോ മെയിൽ ഫീമെയിൽ എന്ന കൂട്ടത്തിൽ തന്നെ 2011 സെൻസസിന് ശേഷമാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് സ്ത്രീയും പുരുഷനും അല്ലാതെ മറ്റൊരു ജെൻഡർ ഉണ്ടെങ്കിൽ എന്ന ക്ലാസിഫിക്കേഷൻ സെൻസസിൽ 2011 വന്നു. ഏകദേശം 5 ലക്ഷത്തോളം ആൾക്കാർ ആ രീതിയിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. സോ ഇതാണ് പോപ്പുലേഷൻ എന്യൂമറേഷൻ. സോ 2 രീതിയിൽ, ഒന്ന് ഹൗസ് ലിസ്റ്റിങ്ങും 2 പോപ്പുലേഷൻ എന്യൂമറേഷനും. ഇതാണ് സെൻസസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ രീതി എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഞാൻ നേരത്തെ ചരിത്രം പറഞ്ഞു പല ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ വനമേഖലയിൽ താമസിക്കുന്ന റൂറൽ ട്രൈബൽ ആൾക്കാർ, പല ആൾക്കാരും അവരുടെ ഇൻഫർമേഷൻ വെളിപ്പെടുത്താൻ തയ്യാറല്ല. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ്, സെൻസസിൻ്റെ ഓഫീസേഴ്സ് നിങ്ങളെടുത്ത് വരികയാണ്, വലിയൊരു ക്വസ്റ്റനർ തരികയാണ്, നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജുണ്ടോ, TV ഉണ്ടോ, 2 നില വീടുണ്ടോ, മൊബൈൽ ഫോൺ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്ക് ഉത്തരം പറയാൻ സൗകര്യമില്ല.
ഞാനത് ഉത്തരം പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പോലെ എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം നിയമം അനുസരിച്ച് സെൻസസ് ആക്ട് അനുസരിച്ചിട്ട് സെക്ഷൻ 7, സെക്ഷൻ 8, സെക്ഷൻ 15 ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ യു ആർ ബൗണ്ട് ടു ആൻസർ. ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇല്ലെങ്കിൽ അതിൻ്റെതായ പണിഷ്മെൻറ്റിനെ കുറിച്ചും പറയുന്നുണ്ട്. പിഴ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ 1000 രൂപ എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് പെനാൽറ്റീസ് ഉണ്ട്. കാരണം ജമ്മു കശ്മീരിലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും പലപ്പോഴും എപ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളായതുകൊണ്ട് പലപ്പോഴും സെൻസസ് എടുക്കുന്ന സമയത്ത് പലവരും ഉത്തരം കൊടുത്തില്ല. സോ ലാർജ് സ്കെയിലിൽ പെനാൽറ്റീസ് ഒന്നും അവർ ഇമ്പോസ് ചെയ്തില്ല. പക്ഷേ ഈ ഇൻഫർമേഷൻ നമ്മൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മളിത് കൊടുക്കണം എന്നാണ് നിയമം പറയുന്നത്, സെൻസസ് ആക്ട് അനുസരിച്ചിട്ട് പറയുന്നത്. സോ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും കോടതിക്ക് പോലും സെൻസസ് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സെൻസസ് ഡേറ്റ മുഴുവൻ ആക്സസ് ചെയ്യാൻ പറ്റുമോ? ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം സെൻസസ് ഡേറ്റ വളരെയധികം കോൺഫിഡൻഷ്യലാണ്. അത് ലീക്ക് ചെയ്യുന്നത് പോലും ഒരു ഒഫീഷ്യൽ ആ ഡേറ്റ ലീക്ക് ചെയ്താൽ പോലും അത് വലിയൊരു കുറ്റമാണ്. കോടതിക്ക് പോലും അത് തെളിവായി എടുക്കാനോ പറ്റില്ല. സോ അത് വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ 15 സെൻസസ് ആക്ടിൻ്റെ സെക്ഷൻ അനുസരിച്ചിട്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വളരെ കോൺഫിഡൻഷ്യലാണ്. അതേപോലെ തന്നെ ഓഫീസ് ഓഫ് ദ രജിസ്ട്രാർ ജനറലിനും ഹോം മിനിസ്ട്രിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാർക്കും ഓഫീസേഴ്സിന് മാത്രമേ ഇതിനുള്ള പവറും അധികാരമുള്ളൂ. നമ്മുടെ അടുത്ത് വരുന്നത് ഇത് കമ്പൈൽ ചെയ്തതിന് ശേഷം വരുന്ന ഡേറ്റയാണ്. സോ അതും വളരെ പ്രധാനമായിട്ട് ഇവിടെ ഓർക്കേണ്ടതാണ്. ഇപ്രാവശ്യത്തെ സെൻസസിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കാസ്റ്റ് സെൻസസ്. ഗവൺമെൻറ് അതൊരു മെയിൻ ആസ്പെക്റ്റാക്കി മാറ്റിയിട്ടുണ്ട്. കാരണം ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷൻ, ഒരു ജനസംഖ്യയുടെ എത്ര വിഭാഗം ആൾക്കാർ SC/ST ഭാഗമാണ്, OBC വിഭാഗം എത്ര ആൾക്കാരുണ്ട്, ജനറൽ കാറ്റഗറി തന്നെ എത്രയധികം വ്യത്യസ്തമായ കാസ്റ്റുകളുണ്ട്, ഇതൊന്നും നമ്മൾ കുറേ കൊല്ലങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇതിൻ്റെ എന്യൂമറേഷൻ നമുക്ക് ഇന്ത്യയിൽ ഇല്ല. സോ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ 1871 മുതൽ 1931 വരെ ശരിക്കും പറഞ്ഞാൽ ഈ കാസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എല്ലാ കാസ്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ബ്രിട്ടീഷുകാരുടെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ 1951 ശേഷം നമുക്ക് ഇല്ലാണ്ടായി. SC/ST വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽ മാത്രമേ സെൻസസ് എടുത്തിരുന്നുള്ളൂ. പണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എല്ലാവരുടെ സെൻസസും എടുക്കുമായിരുന്നു. ഹിന്ദുസിൻ്റെ ഇടയിലുള്ള എല്ലാ വിഭാഗം ആൾക്കാരുടെയും അല്ലെങ്കിൽ എല്ലാ കാസ്റ്റും നമ്മൾ എന്യൂമറേറ്റ് ചെയ്യും. പിന്നീട് 1941 രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു നമ്മളിത്. ആ സമയത്തുള്ള സെൻസസ് ഡിലേ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു ഈ കാസ്റ്റ് കളക്ട് ചെയ്യുന്നത് വേസ്റ്റാണ്. കാരണം ബ്രിട്ടീഷുകാർ കോട്ട് ചെയ്തതാണ് ഞാനിവിടെ പറയുന്നത്. 1500 അല്ലെങ്കിൽ ആയിരക്കണക്കിന് ജാതികളും കാസ്റ്റും ഇന്ത്യയിലുണ്ട്. ഇവരെല്ലാം ടാബുലേറ്റ് ചെയ്ത് ടേബിളിലാക്കിയിട്ട് ഇത് വേസ്റ്റ് ഓഫ് ടൈമാണ്. ഒന്ന് പൈസ വേസ്റ്റാണ്, എമൗണ്ട് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്ന എഫേർട്ട് വേസ്റ്റാണ്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ പിന്നെ തീരുമാനിച്ചു ഇതിനി കളക്ട് ചെയ്യേണ്ട, വേസ്റ്റ് ഓഫ് എഫേർട്ടാണെന്ന് വിചാരിച്ച് അത് നിർത്തി. പക്ഷേ 1951 ഫ്രീഡത്തിന് ശേഷം നമ്മൾ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് മാത്രമേ എടുത്തിരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും എത്ര OBC ഉണ്ട്, ജനറൽ കാറ്റഗറിയിൽ ശരിക്കും എത്ര ആൾക്കാരുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ അവൈലബിൾ അല്ല. 1980കളിൽ വന്ന പ്രധാനപ്പെട്ട സംഭവമാണ് മണ്ഡൽ കമ്മീഷൻ. അവർ പറഞ്ഞ ഏകദേശം 52% OBC ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഡേറ്റ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരുതരം ഗസ് വർക്കാണ്, കറക്റ്റ് ഡേറ്റ ഇല്ല. അപ്പോൾ പല സ്റ്റേറ്റുകളും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാസ്റ്റ് സെൻസസ് വരുന്നത് വളരെ നല്ല കാര്യമാണ്. നമുക്കിനി വരാൻ പോകുന്ന അഡ്മിനിസ്ട്രേഷനിലും സ്കീമുകൾ ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമുക്ക് എത്ര ശതമാനം ആൾക്കാർ പിന്നോക്കം നിൽക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണെന്നാണ് കാസ്റ്റ് സെൻസസ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മറുവശത്തിൽ കാസ്റ്റ് സെൻസിനെ എതിരെ ഭയങ്കരമായി എതിർക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുമുണ്ട്. കാരണം ജാതി തിരിച്ച് ഇങ്ങനെ കൃത്യമായി ഇത്ര ആൾക്കാരും ഡീറ്റെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇലക്ഷൻ സമയത്തൊക്കെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയൊക്കെ ഇത് മിസ്യൂസ് ചെയ്യപ്പെടും. ഈ ഡേറ്റയൊന്നും പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത്ര ആൾക്കാരെ എല്ലാം നമുക്ക് തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ഇതിനെ എതിർക്കുന്നുണ്ട്, കാസ്റ്റ് സെൻസസിനെ. സോ ഇപ്രാവശ്യം വരാൻ പോകുന്ന സെൻസസിൽ എന്തായാലും കാസ്റ്റ് അടിസ്ഥാനത്തിൽ, ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് ഉണ്ടായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഈവൻ ഏറ്റവും വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് 128ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. സ്ത്രീകൾക്ക് 33% സംവരണം ഇലക്ഷനിലൊക്കെ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് ലെജിസ്ലേഷനാണ്. പക്ഷേ ഇതും നടപ്പിലാവണമെങ്കിൽ സെൻസസിൻ്റെ പുതിയ ഡേറ്റ വരണം. പുതിയ സെൻസസിൻ്റെ ഡേറ്റ വന്ന് എത്ര ശതമാനം ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈവൻ ഈ വിമൻസ് റിസർവേഷൻ ബില്ല് പോലും അല്ലെങ്കിൽ ഇതുപോലും നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഈ സെൻസസും ഇന്ത്യയുടെ പൊളിറ്റിക്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡയമെൻഷൻ എന്താണ്, അല്ലെങ്കിൽ എന്താണ് അത് തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം പലപ്പോഴും പറയാറുണ്ട് ഉത്തർപ്രദേശിലെ ജനസംഖ്യ നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. ഉത്തർപ്രദേശിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പാകിസ്ഥാൻ്റെ മുഴുവൻ ജനസംഖ്യയുടെ അത്ര തന്നെ ഉണ്ടത്, വെരി ക്ലോസ് ടു ദാറ്റ്. ഇനി അതുമാത്രമല്ല, ബ്രസീലും നൈജീരിയ പോലത്തെ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ പോപ്പുലേഷനെക്കാട്ടും കുറവാണ് ആ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ.
ടോട്ടൽ ജനസംഖ്യ. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഉത്തർപ്രദേശ് ഒരു രാജ്യമായിരുന്നെങ്കിൽ, സെപ്പറേറ്റ് ഒരു രാജ്യമായിരുന്നെങ്കിൽ ലോകത്തെ 5-മത്തെയോ 6-മത്തെയോ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയനെ ഉത്തർപ്രദേശ് മാത്രം. സോ ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ ഇന്ത്യയിലെ എലക്ഷൻ നമ്മൾ പ്രധാനപ്പെട്ട വിളിക്കുന്ന ഒരു വാക്കാണ് ഡീലിമിറ്റേഷൻ. നമ്മുടെ നിയോജക മണ്ഡലങ്ങളെല്ലാം എത്ര സീറ്റ് ഈ നിയോജകമണ്ഡലം കിട്ടുന്നു എന്നെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവിടുത്തെ ജനസംഖ്യ, പോപ്പുലേഷനാണ്. ആ പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് ഇതെല്ലാം വരുന്നത്. സോ ഞാൻ ഈ എക്സാമ്പിൾ പറയാൻ കാരണം, യു പി ഇത്രയും വലുതാണെങ്കിൽ പണ്ട് കളിയാക്കി പറയുന്ന സംഭവമാണ്, ആരാണ് യു പി ജയിക്കുന്നത് അവർ പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഉണ്ടാക്കും. കാരണം അത്രയും അധികം സീറ്റുകൾ ഉത്തർപ്രദേശിലുണ്ട്, ജനസംഖ്യ അത്രയും കൂടുതലാണ്. സോ കമ്പാരിറ്റീവ്ലി നമ്മുടെ സദേൺ സ്റ്റേറ്റ്സ് നോക്കുമ്പോൾ കേരള, തമിഴ്നാട്, കർണാടകയൊക്കെ ജനസംഖ്യയിൽ ഇവരുടെ അത്ര ഒന്നുമില്ല നമ്മൾ, അപ്പോൾ സീറ്റുകൾ കുറവാണ്. സോ ഇതിൽ പ്രധാന സംഭവം എന്താണെന്ന് വെച്ചാൽ, ആർട്ടിക്കിൾ 82 ആർട്ടിക്കിൾ 170 കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പറയുന്നത് ഓരോ എലക്ഷൻ വരുന്ന സമയത്തും അതാത് സെൻസസ് വെച്ചിട്ട് പോപ്പുലേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. നിയോജക മണ്ഡലത്തിൽ എത്ര സീറ്റുകൾ കിട്ടും അല്ലെങ്കിൽ എത്ര സീറ്റുകളാണ് ഇനി വരാൻ പോകുന്നത് എന്ന് തീരുമാനിക്കുന്നത് ആ സെൻസസിൽ ജനസംഖ്യ വെച്ചിട്ടാണ്. പക്ഷേ 1971 അടിയന്തരാവസ്ഥ കാലത്ത് 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വെച്ച് 1976 ഇവർ തീരുമാനിച്ചു, ഇനി സ്റ്റേറ്റ് അസംബ്ലി ആണെങ്കിലും ഇലക്ഷൻസ് ആണെങ്കിലും സീറ്റുകൾ തീരുമാനിക്കപ്പെടേണ്ടത് 1971 സെൻസസ് വെച്ച് മതി എന്ന് ഫ്രീസ് ചെയ്തു. അത് ഇത്രയും വർഷമായിട്ട് ഇത് 2000 വരെ ഇങ്ങനെ പോയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. പിന്നീട് 2000 ആയപ്പോൾ അവരതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് 2026 വരെ ആക്കി. അപ്പോൾ ഇപ്പോഴും സത്യം പറഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റിൽ 543 പേരുണ്ടോ അല്ലെങ്കിൽ ഇത്ര ആൾക്കാരുണ്ടോ എന്നൊക്കെ തീരുമാനിച്ചത് 1971 സെൻസസ് വെച്ചിട്ടാണ്. അതിനി മാറാൻ പോവുകയാണ്. അങ്ങനെ മാറുമ്പോൾ ഇവിടെയാണ് ഡീലിമിറ്റേഷനിൽ ഏറ്റവും വലിയ ഡിബേറ്റ് വരുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റും തമിഴ്നാട് ചീഫ് മിനിസ്റ്ററായ സ്റ്റാലിനും ഇതിനൊക്കെ വലിയൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, കേരള, കർണാടക, തമിഴ്നാട് പോലത്തെ സ്റ്റേറ്റ്സ് 70 കാലഘട്ടത്തിന് ശേഷം പോപ്പുലേഷൻ നല്ലതാണോ ചീത്തയാണോ എന്ന് വലിയൊരു ചോദ്യമുണ്ട്. നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ചോദ്യം. അതേപോലെ പോപ്പുലേഷൻ കൺട്രോൾ നടത്തിയ സംസ്ഥാനങ്ങളാണ് കേരളയും തമിഴ്നാടൊക്കെ. അതായത് മാതൃക കാണിച്ചു കൊടുത്ത സംസ്ഥാനങ്ങളാണ്. പോപ്പുലേഷൻ കൺട്രോൾ സെൻസ് കുട്ടികളെയെല്ലാം ഇത്ര കുട്ടികൾ മതി അല്ലെങ്കിൽ പോപ്പുലേഷൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തത് നല്ലൊരു കാര്യമാണ്. പക്ഷേ എലക്ഷൻ്റെ ലെവലിൽ നോക്കുമ്പോൾ പോപ്പുലേഷൻ കൂടി നിൽക്കുന്നതല്ലേ സീറ്റ് കിട്ടാൻ എളുപ്പം. അപ്പോൾ കേരളവും തമിഴ്നാടും വളരെയധികം മാതൃകാപരമായിട്ടുള്ള ഒരു പോപ്പുലേഷൻ കൺട്രോൾ പോളിസി മുന്നോട്ട് വെച്ചിട്ട് അതിന് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് സീറ്റുകൾ കുറഞ്ഞു പോവുകയാണ്. പുതിയ സീറ്റ് അനുസരിച്ചിട്ട് യു പിക്കും മറ്റു വലിയ ബീഹാർ പോലത്തെ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ സീറ്റുകൾ ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. ഇത് അവരെക്കാട്ടും ഡബിൾ ആവാൻ സാധ്യതയുണ്ട്. പതുക്കെ ലോക്സഭയിലും വരുന്ന സീറ്റുകളൊക്കെ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 700 മുതൽ 1400 വരെ സീറ്റുകൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നല്ല രീതിയിൽ പോപ്പുലേഷൻ കൺട്രോൾ നടത്തിയ സ്റ്റേറ്റുകൾക്ക് അപ്രീസിയേഷൻ കിട്ടേണ്ട പകരം അവരുടെ സീറ്റുകൾ ഇലക്ഷനിൽ കുറയാൻ പോവുകയാണ്. ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇനി എന്ത് ഫോർമുലയാണ് വരാൻ പോകുന്നത്? ഇത് നമ്മളിനി കണ്ടറിയണം. സെൻസസിൻ്റെ ബേസിസിൽ ഇലക്ഷൻ സമയത്ത് നിയോജക മണ്ഡലങ്ങൾ 20 ലക്ഷം എന്ന് പറയുന്ന കണക്കൊക്കെ മാറി എത്ര നിയോജക മണ്ഡലത്തിൽ എത്ര സീറ്റുകൾ കിട്ടാൻ പോവുകയാണ്, കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കിട്ടുമെന്നുള്ളത് ഡീലിമിറ്റേഷൻ എല്ലാം സെൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഗവൺമെൻറ് എങ്ങനെയാണ് ഈ ഫോർമുല വെക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. എന്തായാലും സെൻസസിൻ്റെ മേജറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സെക്ഷനിൽ ചർച്ച ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് ഉടനെ തന്നെ കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ ഫോർ IAS ഫാക്ടർ കോണ്ടെക്സ്റ്റ്.